സതീശന്റെ യാത്ര ഇന്ന് പാലക്കാട് എത്തുകയാണ്. വി ഡി സതീശന്റെ യാത്ര. അവിടെ നമുക്കറിയാം ഒരുപാട് വിസ്മയങ്ങൾ ഉണ്ടാകും ഈ യാത്രയിൽ ഉടനീളം എന്ന് വി ഡി സതീശൻ പറഞ്ഞു വെച്ച ഒരു പശ്ചാത്തലമുണ്ട്. ഇന്നിപ്പോൾ മുൻ മുഖ്യമന്ത്രി വി എസ് അച്യുതാനന്ദന്റെ മുൻ പ്രൈവറ്റ് സെക്രട്ടറി ആയിരുന്ന എ സുരേഷ് മലമ്പുഴയിൽ UDF സ്ഥാനാർത്ഥിയാകുമെന്നുള്ള അഭ്യൂഹങ്ങൾ ശക്തമാകുന്നു. യാത്രയിൽ സുരേഷ് പങ്കെടുക്കും എന്ന്, ജാഥയിൽ പങ്കെടുക്കും എന്ന് അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട്. ഇന്നാണ് പാലക്കാട് എത്തുക. അവിടെ പാലക്കാട് ഒരു പക്ഷേ മലമ്പുഴ മണ്ഡലത്തിൽ അല്ലെങ്കിൽ പാലക്കാട് ടൗണിൽ എത്തുമ്പോഴായിരിക്കും അത്തരത്തിൽ ഒരു പങ്കെടുക്കൽ ഉണ്ടാവുക എന്നാണ് മനസ്സിലാക്കേണ്ടത്. സുരേഷ് അല്പസമയം മുമ്പ് മാധ്യമങ്ങളോട് സംസാരിച്ചു. സുരേഷിന്റെ വാക്കുകളിലേക്ക്. പങ്കെടുക്കാനാണ് ആലോചിക്കുന്നത്. ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് ക്ഷണിച്ചിരുന്നു, രമേശ് ചെന്നിത്തല സാർ ക്ഷണിച്ചിരുന്നു, ഉന്നത നേതാക്കൾ ക്ഷണിച്ചിരുന്നു. സ്വാഭാവികമായിട്ടും ആ യാത്രയിൽ ഞാൻ പങ്കെടുക്കും. പാലക്കാട് വെച്ച് യാത്രയിൽ ഞാൻ പങ്കെടുക്കും. പാലക്കാട് വെച്ച് ആ ജാഥയിൽ വി ഡി സതീശൻ നയിക്കുന്ന ജാഥയിൽ ഞാൻ പങ്കെടുക്കും. താങ്കൾക്ക് അത്ര UDFന്റെ ആശയങ്ങളോട് ഒത്തുപോകാൻ പറ്റുമോ? അല്ല, ഞാൻ എൻ്റെ സ്വന്തം നിലപാട് ഇപ്പോഴും കാത്തുസൂക്ഷിക്കുന്ന ആളാണ്. കാരണം ഇടതുപക്ഷ മനസ്സ് കേരളത്തിലുണ്ടാവണം. ഇടതുപക്ഷം ശോഷിക്കാൻ പാടില്ല, ഇടതുപക്ഷത്തിന് മൂല്യച്യുതി സംഭവിക്കാൻ പാടില്ല എന്ന് വിശ്വസിക്കുന്ന ആയിരക്കണക്കിന് ആൾക്കാരിൽ ഒരാളാണ് ഞാൻ. ആ മൂല്യച്യുതിക്ക് സംഭവിച്ചാൽ പാർട്ടി ഉണ്ടാവും, ജനങ്ങളുണ്ടാവില്ല. അല്ലല്ല, ഞാൻ കോൺഗ്രസ് ചേരില്ല, പറഞ്ഞല്ലോ. കോൺഗ്രസ് ചേരില്ല എന്ന് ഞാൻ അവരോട് ആദ്യഘട്ടത്തിൽ തന്നെ പറഞ്ഞു. ഞാൻ കോൺഗ്രസ് ചേരില്ല, ഒരു പാർട്ടിയിൽ ചേരാൻ ഉദ്ദേശിക്കുന്നില്ല. ഇല്ല, ഞാൻ അവരെന്നെ വിളിച്ചിരുന്നു. ഞാനുമായിട്ട് നല്ല സമ്പർക്കം ഉള്ള ആളുകളാണ്. എന്നെ വിളിച്ചിരുന്നു. ആ കൺവെൻഷൻ ആലോചിക്കുന്നു എന്നോട് പറഞ്ഞു. ഞാൻ പങ്കെടുക്കില്ല എന്ന് അവരോട് അറിയിച്ചിട്ടുണ്ട്. UDF സ്വതന്ത്രമാകാൻ പ്രയാസം ഇല്ലാത്ത അവസ്ഥ അവർ അങ്ങനെ സംസാരിച്ചിട്ടുണ്ട്. തീരുമാനിക്കേണ്ടവരാണ്. നമുക്ക് പ്രശ്നമില്ല. ഞാൻ എന്നോട് ആദ്യഘട്ടത്തിൽ തന്നെ പറഞ്ഞതാണ്. ഞാൻ അവരോട് പറഞ്ഞാണ് ഞാൻ കോൺഗ്രസ് ചെയ്യില്ല. അത് വേണ്ട, സുരേഷിന് എന്താണോ താല്പര്യം അതനുസരിച്ച് ഞങ്ങൾ സംവിധാനം ഉണ്ടാക്കി തരാം എന്ന് പറഞ്ഞു. ആലോചിക്കട്ടെ എന്ന് പറഞ്ഞിട്ടുണ്ട്. അവർ സംസാരിച്ചത് ഉന്നത നേതാക്കൾ തന്നെയാണ്. പേര് ഞാനിപ്പോൾ ഡിസ്ക്ലോസ് ചെയ്യുന്നില്ല. പ്രയാസമില്ല, പറയാം. ഇടതുകോട്ടയായ മലമ്പുഴയിലാണ് സുരേഷ് സ്ഥാനാർത്ഥിയാകുമെന്നുള്ള വിവരങ്ങൾ പുറത്തുവരുന്നത്. വലിയ നേട്ടം അവിടെ ഉണ്ടാകും. നമുക്കറിയാം UDF 3ാം സ്ഥാനത്തുള്ളൊരു മണ്ഡലം കൂടിയാണ് മലമ്പുഴ. സുരേഷിന് അത്ര അപരിചിതമായ മണ്ഡലമല്ല. VS-നൊപ്പം ദീർഘകാലം മലമ്പുഴയിൽ പ്രവർത്തിച്ചിട്ടുള്ള ഒരു ആൾ കൂടിയാണ് സുരേഷ്. പക്ഷേ സുരേഷിനെ പോലെ ഒരു കടുത്ത ഇടതുപക്ഷ മുഖമുള്ള ആൾ UDF-ലേക്ക് വരിക എന്ന് പറയുന്നത് അത് നേട്ടമാകുമെന്ന് അവർ വിശ്വസിക്കുന്നു. CB അനുമോദുണ്ട്. അനുമോദ്, സുരേഷ് ഏതാണ്ട് മത്സരിക്കുമെന്ന് പറഞ്ഞു വെക്കുകയാണ്. വി ഡി സതീശനും രമേശ് ചെന്നിത്തലയും ഒക്കെയാണ് തുടർച്ചയായി സുരേഷുമായി ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. എന്ത് പ്രതീക്ഷിക്കണം? മലമ്പുഴയിൽ UDF സ്ഥാനാർത്ഥി സുരേഷ് തന്നെയാണോ? രഞ്ജിത്ത്, മലമ്പുഴയിൽ കോൺഗ്രസിനെ സംബന്ധിച്ച് എ സുരേഷിനെ സ്ഥാനാർത്ഥിയാക്കുന്നതിലൂടെ മുൻപ് ഉണ്ടായിരുന്നതിനേക്കാൾ മെച്ചപ്പെട്ട ഒരു പ്രകടനം കാഴ്ചവെക്കാൻ കഴിയുമെന്ന് തന്നെയാണ് അവരുടെ പ്രതീക്ഷ. 3ാം സ്ഥാനത്തുള്ള കോൺഗ്രസിന് അവിടെ അത്ഭുതങ്ങൾ ഒന്നും നേരത്തെ ഉണ്ടായ സാഹചര്യത്തിൽ നടത്താൻ കഴിയുമായിരുന്നില്ല. ആ ഘട്ടത്തിലാണ് എ സുരേഷിലൂടെ ഒരു പരീക്ഷണത്തിന് കോൺഗ്രസ് മുതിരുന്നത്. അവിടെ എന്ത് നേടിയാലും, എത്ര കൂടുതൽ വോട്ട് കിട്ടിയാലും അത് നേട്ടം എന്ന തരത്തിൽ തന്നെയാണ് കോൺഗ്രസ് കാണുന്നത്. അതുകൊണ്ടാണ് എ സുരേഷിനെ അവിടെ കൊണ്ടുവരുന്നത്. അവിടെ സുരേഷിനെ കൊണ്ടുവരുന്നവരുടെ ലക്ഷ്യമിടുന്നത് ഒന്ന് LDF-ന്റെ വോട്ടുകൾ ഭിന്നിപ്പിക്കാൻ കഴിയും എന്നതാണ്. പ്രധാനമായിട്ടും സുരേഷിന് ഒപ്പം LDF ഇടതുപക്ഷത്തിന് വോട്ട് ചെയ്യുന്ന VS-നോട് അടുപ്പമുണ്ടായിരുന്ന കുറച്ചെങ്കിലും പേർ നിൽക്കും എന്ന ഒരു പ്രതീക്ഷ. രണ്ടാമതായിട്ട് ദീർഘകാലം VS മലമ്പുഴയിലെ MLA ആയിരുന്നു. അദ്ദേഹത്തിൻ്റെ നിഴലായിട്ട് നടന്ന വ്യക്തിയാണ് എ സുരേഷ്. അങ്ങനെ സുരേഷ് അവിടെ ഉണ്ടാക്കിയെടുത്ത ആത്മബന്ധങ്ങൾ ഉണ്ടാകും. അതും ഒരു തരത്തിൽ UDF-ന് ഗുണം ചെയ്യുന്ന തരത്തിലേക്ക് കൊണ്ടുവരാൻ കഴിയുമെന്നൊരു വിലയിരുത്തൽ. ഈ രണ്ട് ഫാക്ടേഴ്സാണ് അവിടെ പ്രധാനമായിട്ടും കോൺഗ്രസ് ലക്ഷ്യമിടുന്നത്. പിന്നെ ഇനി മത്സരിക്കുന്നതിനെക്കുറിച്ച് കോൺഗ്രസ്സാണ് പ്രഖ്യാപിക്കേണ്ടതെന്ന് സുരേഷ് പറഞ്ഞു വെക്കുമ്പോൾ ഇന്നത്തെ പാലക്കാട് സമ്മേളനത്തിൻ്റെ ഇടയിൽ അത്തരത്തിലൊരു പ്രഖ്യാപനത്തിന് സാധ്യതയുണ്ടോ, അല്ലെങ്കിൽ ഈ സുരേഷിൻ്റെ വാക്കുകളെ അനുകൂലിച്ചുകൊണ്ടോ അത്തരത്തിൽ ഒരു സന്ദേശം നൽകുന്ന തരത്തിൽ വി ഡി സതീശൻ്റെ ഭാഗത്ത് നിന്ന് പ്രതികരണങ്ങൾ ഉണ്ടാകുമോ എന്നുള്ളതാണ് അറിയേണ്ടത്. നിലവിൽ സുരേഷ് മത്സരിക്കാൻ തയ്യാറാണ് എന്ന് വ്യക്തമാക്കി കഴിഞ്ഞു. ഇനി മറുപടി പറയേണ്ടത് കോൺഗ്രസ് നേതൃത്വമാണ്. കോൺഗ്രസ് നേതൃത്വം തന്നെ സമീപിച്ചിരുന്നു. പക്ഷേ തനിക്ക് ഒരിക്കലും അവിടെ മെമ്പർഷിപ്പ് എടുക്കാനോ ഇടത് ആശയങ്ങൾ പൂർണ്ണമായും വിട്ടൊഴിഞ്ഞ് കോൺഗ്രസിനൊപ്പം പോകാനോ കഴിയില്ല എന്ന് പറയുമ്പോൾ, സുരേഷിൻ്റെ സൗകര്യം പോലെ തീരുമാനിക്കുക എന്ന് പറയുമ്പോൾ അതൊരു ഓപ്പൺ ചെക്കാണ് എന്ന് തന്നെ വേണം കരുതുവാൻ. അങ്ങനെ ഒരു പരീക്ഷണത്തിന് അവിടെ കോൺഗ്രസ് തയ്യാറെടുക്കുമ്പോൾ സ്വാഭാവികമായിട്ടും നിലവിൽ 3ാം സ്ഥാനത്ത് പോയ ഒരു മണ്ഡലത്തിൽ അവിടെ സാധിക്കാവുന്ന എല്ലാ നേട്ടങ്ങൾക്കും ഇത് ഒരു വഴി തുറക്കുന്നു എന്ന് തന്നെ വേണം കോൺഗ്രസിൻ്റെ ഭാഗത്തുള്ള വിലയിരുത്തൽ. എന്നാണെങ്കിലും ഇന്നത്തെ വൈകുന്നേരം നടക്കുന്ന സമ്മേളനമാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം. വി ഡി സതീശൻ ഈ കാര്യങ്ങളോട് എങ്ങനെ പരസ്യമായിട്ടുള്ള ഒരു പ്രതികരണം എങ്ങനെ ഉണ്ടാകും, സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഉണ്ടാകുമോ അതോ സ്ഥാനാർത്ഥിയാക്കുമെന്ന സൂചനകൾ ഉണ്ടാകുമോ എന്നുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ് ഇനി അറിയേണ്ടത്.
കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.